പിശാച് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നതിന്റെ അവസാനത്തെ അളവ് പറഞ്ഞു. എന്ത്? ദുനിയാവ് കാണിക്കും. ദുനിയാവ് കാണിക്കുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞു വെച്ചു, ദുനിയാവ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യൻ പറയും, എന്ത്? മുസ്ലിം പറയും, ചെറിയ ഈമാനൊക്കെ ഉള്ള ആളുകൾ പറയും, എന്ത് പറയും? നിന്റെ കയ്യിലുള്ള ദുനിയാവ് ലേശൊന്നു കൊണ്ട ഞങ്ങളതൊന്ന് രുചിച്ചു നോക്കട്ടെ. ഞങ്ങൾ അത്ഭുതപ്പെട്ടാണെങ്കിൽ, രുചി രസകരമാണെങ്കിൽ ഞങ്ങൾ വാങ്ങിത്തരാം, വാങ്ങിക്കൊള്ളാം എന്ന് പറയും. ദുനിയാവ് കാട്ടി വരും. ആര്? ഇബ്ലീസ്, ശൈത്താൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ കാട്ടി വരുമ്പോൾ നമ്മളെ പോലത്തെ കുറഞ്ഞ ഈമാനൊക്കെ ഉള്ള ആളുകൾ, നമ്മളെന്തിലേക്ക്? ദുനിയാവിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പറയും, ആയിക്കോട്ടെ വാങ്ങാം, പക്ഷെ എന്ത് വേണം? ഒന്ന് സേമണ്ണ കൊണ്ട കണ്ടിട്ടില്ല ഞങ്ങൾ അലുവ, ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ, മൂർത്തിലേശ കഷ്ണം കൊണ്ട. അപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്യും? ആയിക്കോട്ടെ തരാം, പക്ഷെ എന്റെ സാധനം വരെയുള്ളതായതുകൊണ്ട് ഞാനത് തരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പണയം തരണം. എന്റെ പണയം തരാതെ, സാധനം പണയം തരാതെ എന്റെ മുതലാളി തരൂല. ആര് പറയും? ശൈത്താൻ പറയും. അപ്പോൾ മനുഷ്യൻ, മുസ്ലിമായി സാധാരണ മനുഷ്യൻ ചോദിക്കും, എന്താണ് പണയം വേണ്ടത്? അപ്പോൾ ഇബ്ലീസ് പറയും, ശൈത്താൻ പറയും, നിന്റെ രണ്ട് സാധനം എന്നെ ഏൽപ്പിക്കുക. രണ്ട് സാധനം, ഒന്ന് നിന്റെ ചെവിയെയും നിന്റെ കണ്ണിനെയും ഇരിക്കാൻ വിട്ടെന്നാളാ, എന്റെ സാധനം തരാം, നീ പറ്റും എടുത്താൽ മതി. അപ്പൊ നമ്മൾ നേരെ ഈ രണ്ട് സാധനം വിട്ടുകൊടുക്കും. ആർക്ക്? ശൈത്താന്. അതോടുകൂടെ നമ്മളെ പൂർണ്ണമായും അവൻ അടിമപ്പെടുത്തും. ഇതുമല്ലാണ് കളി നടക്കുന്നത്. ഈ രണ്ട് സാധനം അള്ളാഹുവിൽ ഏൽപ്പിക്കാത്തൊരു അടിമയും രക്ഷപ്പെടാൻ പോകില്ല. ഈ രണ്ട് സാധനം അള്ളാഹുവിൽ നിന്നൊരാൾ എടുത്താൽ പിന്നെ അത് ആരെ കയ്യിൽ പണയമാണ്? ശൈത്താന്റെ കയ്യിൽ പണമയമായാലോ പിന്നെ എന്ത് കിട്ടിയാലും നമുക്ക് രസകരമായിരിക്കും. അതോടുകൂടി നമ്മളെ പൂർണ്ണമായി വീഴും. രണ്ട് സാധനവും വാങ്ങുക. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്തും കാണുന്നവൻ ശൈത്താൻ അടിമയിരിക്കും, എന്തും കേൾക്കുന്നവൻ ശൈത്താൻ അടിമയിരിക്കും. നമ്മളെ മുൻഗാമികൾക്ക് കാണുന്നതിൽ നിയന്ത്രണമുണ്ട്, എല്ലാം കാണൂല. നമ്മൾ എന്തും കാണും. നമ്മളെ മുൻഗാമികൾക്ക് കാണുന്നതിൽ ഒരു നിബന്ധന ഉണ്ട്, എല്ലാം കാണൂല. ഒരു സിനിമ കാണൂല, തീരെ കാണൂല. എന്തുകൊണ്ട്? സിനിമയല്ലേ എന്ന് പറയും. നമ്മൾ പറയും നല്ലതൊക്കെ കാണാം, അതിലും കുറച്ചൊക്കെ പഠിക്കണ്ടോ. നമ്മളിപ്പോ ഒരു സദസ്സിൽ വെച്ച സിനിമയെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഇരിക്കണവർ പറയും, അങ്ങനെ മുഴുവനും തള്ളിക്കളയാൻ പറ്റൂല. സ്വദേശ സിനിമകളില്ലേ, അങ്ങനെ പറയാം, സ്വദേശ സിനിമകൾ, നല്ല ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ സിനിമകളില്ലേ, അവര് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടില്ല. എന്തുകൊണ്ട്? സിനിമ ആണല്ലോ. ഈ തിരിച്ചറിവ് മുൻഗാമികൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്താണത്? എല്ലാത്തിനും അവര് കണ്ണ് കൊടുക്കൂല, എല്ലാത്തിനും അവര് ചെവിയും കൊടുക്കൂല. എല്ലാത്തിനും കണ്ണും ചെവിയും കൊടുപ്പിക്കലാണ് ആരുടെ ലക്ഷ്യം? ശൈത്താനിന്റെ ലക്ഷ്യം. അതാണ് പിശാച് ലക്ഷ്യം. അതോടുകൂടെ പിശാച് നമ്മളെ പഠിപ്പിക്കും. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹുവിന്റെ ഫീലിയാൽ തഫ്സീറിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചു കേൾപ്പിച്ചത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അപ്പോൾ തന്റെ കണ്ണുകളെയും കാതുകളെയും എല്ലാം ഈ ഈമാൻ കുറഞ്ഞ മനുഷ്യന്മാർ എന്ത് ചെയ്യും? പിശാചിന് കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? പിശാച് എന്ത് ചെയ്യും? ദുനിയാവിന്റെ അല്പത്തെ ഇവർക്ക് രുചിക്കാൻ കൊടുക്കും. രുചിക്കാൻ കൊടുത്താലോ ഇവന്റെ ആളായി മാറും. എന്തുകൊണ്ട്? ഈ രുചി ആസ്വദിക്കുന്നതിന്റെ മർമ്മം എന്താണ്? കണ്ണുമാണ്, ചെവിയാണ്. ഇത് ആരുടെ കയ്യിലാ? ഇത് അവരുടെ കയ്യിലല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഇത് അവരുടെ കയ്യിലല്ലേ? ആരുടെ കയ്യിൽ? പിശാചുക്കളുടെ കയ്യിലല്ലേ? അതിൽ പിശാചുക്കളുടെ കയ്യിലാകുന്നിടത്തോളം അവർക്ക് രസമുള്ളതെല്ലാം നമുക്ക് രസമായി തോന്നും. അവർക്ക് പേടിയുള്ള കാര്യം ഒന്നും കാണാനോ കേൾക്കാനോ പിശാച് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇത് നോക്കൂ, അത്ഭുതകരമായ ഒരു വാക്ക് പറയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിന്റെ അടിമകളായ മുസ്ലിമീങ്ങൾ ദുനിയാവിലേക്കല്ലാതെ അവർ നോക്കുകയില്ല. നിസ്കരിക്കും, നോമ്പോൽക്കും. പക്ഷേ അവര് ചിന്ത എന്തിൽ മാത്രമായിരിക്കും? ആരാണ്? മുസ്ലിമാണ്. പക്ഷേ അവരെ കണ്ണ് എവിടേക്കേ വരൂ?
എന്തുകൊണ്ട്? ഇവരെ കണ്ണ് ആരെ കയ്യിലാണ്? ശൈത്താന്റെ കയ്യിലാണ്. ഇവർക്ക് ദുനിയാവ് കേൾക്കുന്നതേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ചില വലിയ വലിയ നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ, വലിയ വലിയ മുതലാളിമാർ, ചില വലിയ വലിയ മുതലാളിമാർ, ആ മുതലാളിമാരെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചില അവരാഗ്രഹിക്കുന്ന ജനങ്ങളും നിങ്ങൾ അവരടുത്ത് പോയി ശംസുൽ ഉലമ എന്ന് പറഞ്ഞു നോക്കി, അവർക്കത് കേൾക്കാൻ രസം ഉണ്ടാവില്ല. കണ്ണിയത്ത് എന്ന് പറഞ്ഞു നോക്കി, അവർക്ക് കേൾക്കാൻ രസം ഉണ്ടാവില്ല. ബിൽഗേറ്റ്സ് എന്ന് പറഞ്ഞു നോക്കി, അപ്പോൾ അവർക്ക് കണ്ണും തന്നെ എടുക്കും. സ്വർഗം എന്ന് പറഞ്ഞു നോക്കി കോട്ടുപോയിടും. അതേ സമയത്ത് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു നോക്കി, ഞാൻ ഇത് രണ്ടും കണ്ടിട്ടുണ്ട്, ഞാനിത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. അപ്പൊ സംസാരിക്കുന്നതോ ഭൂമിന്റെ മുകളിലുള്ള വർത്താനേ പറയുന്നില്ല, ഭൂമിന്റെ അടിയിലുള്ള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരാൾ കയറി വന്നിട്ട് കോട്ടുവായിടാൻ തുടങ്ങി. പിന്നെ നമ്മളെ സംസാരം തിരിഞ്ഞ് ഭൂമിന്റെ മേലേക്ക് വരുന്നതോടുകൂടെ കോട്ടുവായിക്കണം പോയി. ഇത് നമ്മൾ പരിശോധിച്ച് നമുക്ക് കിട്ടും. ചില ആളുകൾക്കത്, ചില ആളുകളുടെ മനസ്സ് മുഴുവൻ വിറ്റിട്ടുണ്ടാവും. ആർക്ക്? മുസ്ലിമീൻ, ദുനിയാവിന്റെ മക്കളായ മുസ്ലിമീങ്ങള് ലാ യൻദുറൂന, അവർ നോക്കൂല, ഇല്ല ഇല ദുനിയ, ദുനിയാവിലേക്കല്ലാതെ നോക്കൂല. വലാ യസ്തമിഊന, അവർ കേൾക്കൂല, ഇല്ല ഇല അഖ്ബാരിഹ, അതിന്റെ ഖബറുകളല്ലാത്തൊരു കാര്യം അവർ കേൾക്കൂല. എന്തുകൊണ്ട്? ലിഅന്ന അസ്മാഅഹും വഅബ്സാറഹും മർഹൂനത്തുൻ ഇൻദ ഇബ്ലീസ്, അവരുടെ കണ്ണുകളും കാതുകളും മർഹൂനത്തുൻ, പണയം വെക്കപ്പെട്ടതാണ്. ഇൻദ ഇബ്ലീസ്, ഇബ്ലീസിന്റെ അടുത്ത് പണയമാണ്. അതുകൊണ്ട് ദുനിയാവല്ലാതെ കേൾക്കാൻ അവർക്ക് കഴിയില്ല. ദുനിയാവല്ലാത്ത കേട്ടാലോ കൂട്ടുവരും, ദുനിയാവല്ലാത്ത പറഞ്ഞാലോ പഴയ കാലത്തെ ആലിമീങ്ങൾ. ഇനി വയറിൽ പോലും അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. പഴയ കാലത്തെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളിൽ ഏതെങ്കിലും ഒരു സാധുവായ ആലിം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് നോക്കി, ഒരു മജ്‌ലിസിൽ കൊണ്ടുവന്ന്, അപ്പൊ അത് അതിന്റെ കഴിയുന്ന വിധത്തിൽ മെല്ലെ മെല്ലെ നസീഹത്ത് ചെയ്യും. ആ നസീഹത്ത് അവിടെ ഇരിക്കുന്ന വലിയ ആളുകൾക്ക് വരെ കേൾക്കുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും അവർ വയറിൽ കഴിഞ്ഞിരിക്കും. ആ വയറിൽ അമേരിക്കൻ ലണ്ടനൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതൊരു വലിയ രസാ, മൂപ്പർക്ക് ഭയങ്കര നോളജാ. മൂപ്പര് ദ്വാരക്കാൻ കൊണ്ടുവന്നാൽ ദ്വാരപ്പിച്ചാൽ പോലെ അടുത്ത ദ്വാരക്ക് മൂപ്പരെ പിടിക്കൂല. എന്തുകൊണ്ട്? മൂപ്പര് ദ്വാരന്ന് പോകുകയല്ല, മൂപ്പര് പിന്നെ അതിന്റെ ഇടയിൽ കുറെ നേരം പറയും. അതങ്ങനെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. കണ്യത്തിനെയും വെയിലിത്തറയെയും പയ്യന്നൂർക്ക് വയറിന് വിളിച്ചു. കണ്യത്ത് വയറിൽ പറഞ്ഞ്, അപ്പൊ ആരും അവിടെ ഇരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വെയിലിത്തറ വിളിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും പാഞ്ഞൊന്നിരുന്ന്. അപ്പോൾ വെയിലിത്തറ പറഞ്ഞ് ആലിം വയറിൽ പറഞ്ഞപ്പോൾ ആരും വന്നില്ല. കാരണം ആലിമിന്റെ വയറിൽ ആലിമിനെ തിരിയും. പിന്നെ ജാഹിലാണ് ഞാൻ. അപ്പൊ ജാഹിലികളെല്ലാം പാഞ്ഞൊന്ന്. കാരണം അത് തിരിയണമെങ്കിലും ഒരന്തമാണ്. ആ മനുഷ്യനെ നന്മ ഉണ്ടാവും പറഞ്ഞ്, എന്തിലുണ്ട് ഭൂമിന്റെ അടിയിൽ താമസിക്കുന്ന കാര്യം മാത്രമാണ് നിങ്ങളെ പള്ളിയിലെ മോയര് വെള്ളിയാഴ്ച വേദന പറയുന്നത് എങ്കിൽ നിങ്ങൾ പറയും കുഴപ്പമില്ല. എന്നാലും മൂപ്പർക്ക് കുണ്ടന്മാർക്കൊന്നും മൂപ്പരത് അങ്ങനെ പിടിക്കൂല. അതുകൊണ്ട് നമ്മള് നല്ലൊരാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റാം. നേരെ മറിച്ചോ ഭൂമിന്റെ അടിയത്തെ വർത്താനൊന്നും പറയണില്ല. അമേരിക്ക, ലണ്ടന്, ബ്രിട്ടന്, ജർമ്മനി ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ എന്താ കാര്യം? അബ്നാഉദ്ദുനിയ. ആരാ വാദം നടത്തുന്നത്? അബ്നാഉദ്ദുനിയ. ആരാ വാദം വരുന്നത്? അബ്നാഉദ്ദുനിയ. അപ്പോൾ ദുനിയാവിന്റെ അടിമകൾ ലാ യൻദുറൂന ഇല്ലാ ഇല ദുനിയ, ദുനിയാവിലേക്കല്ലാതെ നോക്കൂല. വലാ യസ്തമിഊന ഇല്ലാ ഇല അഖ്ബാരിഹാ, ദുനിയാവിന്റെ ഖബറുകളല്ലാതെ അവർ കേൾക്കും. എന്തുകൊണ്ട്? ലിഅന്ന അബ്സാറഹും വഅസ്മാഅഹും മർഹൂനത്തുൻ ഇൻദ ഇബ്ലീസ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. ഇനി ഖുലാസയായി മൊത്തം 4 ഒറ്റയടിക്കൊന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. എന്താ ചെയ്യേണ്ടത്? 4 വഴിക്ക് ഇബ്ലീസ് കയറി വരും. 4 വഴി പറഞ്ഞില്ലേ? 4 വഴിക്ക് ഇബ്ലീസ് കയറി വരും. ആ 4 വഴിയോ അത് അടക്കണം. അടക്കാതെ യഥാർത്ഥ അബ്ദാകാൻ കഴിയൂല. 4 വഴിക്ക് ഇബ്ലീസ് കയറി വരും. അല്ലാഹു കാക്കട്ടെ. ഏതാ 4 കാര്യം? ഒന്ന്, ദുനിയാവിനെ കാണിക്കും. ദുനിയാവിലൂടെ ഇബ്ലീസ് കയറി വരും. 2 ശൈത്താൻ നേരിട്ട് വരും. 3 മൂന്നാമത്തെ കാര്യം ഹവയിലൂടെ പിശാച് വരും. 4 നഫ്സിലൂടെ പിശാച് വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ ചെയ്യേണ്ടത്? നഫ്സ് എന്നാൽ സിലാഹുഹാ, അത് നമ്മളെ ഇബ്ലീസിന്റെ അടിമയാക്കാനുള്ള അതിന്റെ മാർഗം അന്നോമു ഉറക്കാണ്. നഫ്സ് എപ്പോഴും നമ്മളെ എന്തിന് പ്രേരിപ്പിക്കും? ഉറങ്ങാൻ പ്രേരിപ്പിക്കും. ഉറങ്ങണേ എന്ത് ചെയ്യണം?
തിന്നാൻ പ്രേരിപ്പിക്കും. തീറ്റ കൂടിയാൽ ഉറക്കവും തീറ്റം കൂടെ ആയാൽ നമ്മൾ അടിമയാവും. ആരുടെ? ഇബ്ലീസിന്റെ. അതുകൊണ്ടാണ് ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നോവർ. ഊണില്ല, ഉറക്കല്ല, ഒരു കൊല്ലം തിന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, തിന്നില്ല, ഉറക്കമില്ല. നെഫ്സ് വഴി പിശാച് നമ്മളെ ഭരിക്കുന്നത് എന്തിലൂടെയാണ്? ഉറക്കത്തിലൂടെയാണ്. അവിടെ പിശാചിനെ തട്ടാനുള്ള മാർഗം നെഫ്സിലൂടെ പിശാച് കയറി വരികയാണെങ്കിൽ പിശാചിനെ ജയിലിടാനുള്ള മാർഗം അസഹറു ഉറക്കൊഴിവാക്കലാണ്. അതായത് ഉറക്കൊഴിവാക്കൽ പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കന്നെ ഒരൊറ്റ ഉറക്കം. പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കും. പിന്നെ ഉറക്കച്ചടവുണ്ടാവൂല. എന്തുകൊണ്ട്? അതിന് മാത്രം തിന്നിട്ടില്ല. തീറ്റ കൂടിയാൽ നമുക്ക് കൃത്യമായി തലപൊന്തിക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. നമ്മൾ തീറ്റ കൂടിയ ഏത് തീറ്റ? ഹലാല് എന്തല്ല, പറ കുട്ടി, എന്തല്ല, ഹറാമല്ല. ഹറാമ് പോട്ടെ, ഹറാമ് അല്പം തിന്നാൽ പോലും ഇബ്ലീസിന് അടിമയാവും. ഹലാലായ ഭക്ഷണം തന്നെ അത് മിതത്തിനപ്പുറം കഴിച്ചാൽ ഉറക്കം കൂടും. ഉറക്കം കൂടിയോടുകൂടെ അടിമയാക്കും. ആര്? ഇബ്ലീസ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അപ്പൊ എന്ത് വേണം? വയറിരിക്കണം. നെഫ്സ് വഴി നമ്മളെ അടിമയാക്കാനുള്ള ഇബ്ലീസിന്റെ മാർഗമാണ് അന്നൗമു. ഉറക്കം തന്നെ, ഉറങ്ങന്നെ. നാലോ നിസ്കരിക്കുമ്പോഴോ ഉറക്കം. സുബഹിക്കൊക്കെ ജമാഅത്തിനാണ് പോവും. ഇമാമ് വലിയ സൂറത്തെങ്ങാനും ഓതിയാൽ നമുക്ക് ദേഷ്യം തോന്നും അയാളോട്. കാരണം ഇത് കഴിഞ്ഞാൽ വേഗം വീണം. നമ്മൾ നാട്ടിലെ മഹാനായ മുത്തൊക്കെ ആയതുകൊണ്ടാണ് സുബഹിക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പുറത്താവും. പക്ഷേ അതേ സമയത്ത് ഇമാമ് വലിയ സൂറത്ത് ഓതിയാൽ നമുക്ക് വിഷമാവും. കാരണം ഇപ്പൊ നമുക്ക് എന്ത് ബാക്കിയുണ്ട്? ഉറക്കം ബാക്കി. ഇതുവരെ ഉറങ്ങിയിട്ടും ഉറക്കം പൊട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? അഖിലന്റെ ഉറക്കിലൂടെ പിശാച് നമ്മളെ അടിമപ്പെടുത്തുന്നത് തീറ്റ കൂടിയിട്ടാണ്. അപ്പോൾ തീറ്റ ഉറക്കണം. അതാണ് വയറ് കാലിയാക്കാതെ ഉറക്കി നിയന്ത്രിക്കാൻ കഴിയില്ല. ഉറക്ക കൂടിയാലോ ഇബ്ലീസ് നമ്മളെ അടിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നെഫ്സ് വഴി ഇബ്ലീസ് കയറി വരുന്നത് തടയണമെങ്കിൽ ഉറക്കിനെ നിയന്ത്രിക്കണം. അതിന് വഴി എന്താ? വളരെ കുറഞ്ഞുറങ്ങുക. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? തീറ്റ നിയന്ത്രിക്കണം, അല്ലാതെ നടക്കൂല. പിന്നെ രണ്ടാമത്തത് ശൈത്താൻ കയറി വരുന്നതാണ് അദ്ദുനിയ. എന്തോയി കയറും? ദുനിയാവിലൂടെ കയറി വരുന്നത് തടയണമെങ്കിൽ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനമാണ് ഈ 4 ആഴ്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുനിയാവ് നമ്മളെ തടിയിൽ സ്വാധീനിക്കരുത് എന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദുനിയാവിനെ ഹബസിലിടാൻ എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുനിയാവിന്റെ അടിമകളെ നീ വിടണം. അവരുമായി കണ്ടുമുട്ടുന്ന പരിപാടി ഒഴിവാക്കണം. വർത്താനത്തിലില്ല, ഒന്നുമില്ല. അവരെ കാണുക, അവരെ ചിത്രം കാണുക, അവരുടെ ഫോട്ടം കാണുക, അവരുടെ വാർത്തകൾ കേൾക്കുക, തോക്കുക, ഇതൊക്കെ ഒഴിവാക്കണം. പിന്നെ സാലിഹീങ്ങളായ ആളുകളുമായി സമ്പർക്കം പുലർത്തണം. അത് പത്രം നോക്കിയാൽ കിട്ടുകയും ഇല്ല. അപ്പൊ എന്ത് വേണം? ആ മജാലിസ് സാലിഹീൻ നോക്കി നടക്കണം. അപ്പൊ എന്ത് വേണം? ഒന്ന്, ഉറക്കം ഒഴിവാക്കിയാലേ നെഫ്സിയുടെ കയറ്റത്തെ തടയാൻ കഴിയുള്ളൂ. പിന്നെ അതെന്ത് ചെയ്യണം? ഉറക്കം കുറക്കണമെങ്കിൽ ഭക്ഷണം കുറക്കണം. രണ്ടാമത്തെ കാര്യം, ദുനിയാവ് വഴി ഇബ്ലീസ് കയറി വരും. അതിനെ തടയാൻ എന്താ വേണ്ടത്? ദുനിയാവിന്റെ അടിമകളുമായുള്ള ബന്ധത്തെ പരമാവധി നമ്മൾ ഒഴിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിശാച് കയറി വരുന്ന വഴി തടയണമെങ്കിൽ നിനക്ക് നേരെ കയറി വരുന്ന വഴി നിനക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സൃഷ്ടികളെ നീ പരമാവധി ഒഴിവാക്കണം. ദുനിയാവിന്റെ അടിമകളെ ഒഴിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ഇബ്ലീസ് കയറി വരുന്ന ഒരു വഴിയാണ് കസ്റത്തുൽ കലാം. വർത്താനം കൂടുന്നതിനനുസരിച്ച് ആര് കയറും? പിശാച് കയറും. അപ്പോൾ നീ മിക്കവാറും നീ മിണ്ടാതിരിക്കൽ പതിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ മിണ്ട ആരോട്? അല്ലാഹുവോട് മിണ്ട. ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം. രാവിലെ നിങ്ങൾക്ക് 1000 നാരിയത്ത് സ്വലാത്ത് ചെല്ലണം. മസായിലും 1000 നാരിയത്ത് സ്വലാത്ത് ചെല്ലണമെങ്കിൽ കാഫിയായ ഒരു അളവാണ്. ഈ അളവുള്ള ആള് മൂർത്താവ് റബ്ബിന്റെ കയ്യിൽ നിന്ന് പുറത്തുമില്ല. ഒരു ശൈത്താൻ തൊടാൻ കഴിയില്ല.
അള്ളാന്റെ വജഹിന് വേണ്ടിയും പിശാചിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നിയ്യത്തിന് വേണ്ടിയും രാവിലെ വൈകുന്നേരം നാരിയത്ത് സ്വലാത്ത് രാവിലെയും 1000 വൈകുന്നേരം 1000 അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ രാവിലെ 1000 വൈകുന്നേരം 1000 നടക്കും 2 മണിക്കൂറാണ് 1000 സ്വലാത്തിന് 2 മണിക്കൂർ അങ്ങനെ തന്നെയല്ലേ ചിലനോട് ഈ കൂട്ടത്തിലുണ്ട് 1000 നാരിയത്ത് സ്വലാത്തിന് 2 മണിക്കൂറാണ് ആർക്ക് പതിവുള്ളവന് 2 മണിക്കൂറാണ് പതിവുള്ളവന് 1000 നാരിയത്ത് സ്വലാത്ത് ചിലപ്പോൾ ദിവസങ്ങൾ കൊടുത്താലും പോകില്ല 24 മണിക്കൂറായാലും 1000 ഉണ്ടാവില്ല 500 മണി കിടക്കൂല പതിവുള്ളവന് 1000 നാരിയത്ത് സ്വലാത്തിനും 1000 സ്വലാത്തുൽ ഫാത്തിഹിനും 2 മണിക്കൂർ പക്ഷേ ആ 2 മണിക്കൂർ ചെലവാക്കണമെങ്കിൽ ബാക്കിയുള്ള നേരത്തെ കൺട്രോളിൽ നിർത്താൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ കഴിയില്ല അങ്ങനെ വരുമ്പോഴുള്ള വിഷയം എന്താണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ നാവിനെ പരമാവധി നിയന്ത്രിക്കും കാരണം വേറൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒപ്പിച്ചു കൊണ്ടിറക്കാൻ കഴിയില്ല രാവിലെ സ്വബാഹിൽ 1000 നാരിയത്ത് സ്വലാത്ത് മസലൻ സ്വലാത്തുൽ ഫാത്തിഹ വഹുവ അഫ്ളലു ഒന്നുകൂടി നല്ലത് സ്വലാത്തുൽ ഫാത്തിഹ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം ഒരു സാധാരണ ആൾക്ക് പോലും 2 മണിക്കൂർ ഉണ്ടെങ്കിൽ 1000 സ്വലാത്തുൽ ഫാത്തിഹ ഡീസന്റ് പക്ഷെ എന്ത് വേണം നാവ് അവന്റെ കയ്യിൽ ഒതുങ്ങിയോനെ അത് നടക്കുള്ളൂ അങ്ങനെ ആയാൽ അവന്റെ മൂർത്താവ് അവൻ ആരെ കൈ കൊടുത്ത് അള്ളാന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ആ മൂർത്താവിൽ മേൽ അള്ളാഹുവിന്റെ പിടി അയയുകയും ആ സ്ഥലത്ത് ആരപ്പെടുത്തം കൂടും ചെയ്യും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ മസാഹിൽ 2000 സ്വലാത്തുൽ ഫാത്തിഹ രാവിലെ 2000 സ്വലാത്തുൽ ഫാത്തിഹ വൈകുന്നേരം അള്ളാഹു തൗഫീഖ് തരട്ടെ ഒന്ന് ചെല്ലിയോക്ക് 4 മണിക്കൂർ അത്രേ വരൂ പക്ഷേ മൂർത്താവ് പിശാചിന്റെ കൈയുള്ളവർക്ക് അതിന് കഴിയുകയില്ല അപ്പോഴുള്ള ഗുണം എന്താണ് അവൻ ബാക്കിയുള്ള നേരങ്ങളിൽ സമത്തിനെ ദായിമാക്കും പിന്നെ ഹിക്മത്ത് മാത്രമേ അവന്റെ നാവിലൂടെ പുറത്തു വരൂ നമ്മൾ അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ അല്ലേ എന്താണ് ഈ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്താണ് ഈ ദ്വാരങ്ങൾ എത്ര കാലം നടത്തിയിട്ട് എന്നെ കച്ചവടം കൂടി ജമാഅത്തുൽ കച്ചവടം എന്നെ റജബിലില്ല എന്നിട്ട് ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്താണ് ഈ ബാരിക് ലനാ ഫീ റജബിൻ എന്താ റജബിലെ ബറക്കത്ത് റജബിലെ ബറക്കത്ത് എന്നാൽ യഖ്ലത്തു റൂഹി ഇലാ സിർരി മുഹമ്മദിൻ മുസ്തഫ നബിയുടെ രഹസ്യത്തിലേക്ക് റൂഹ് ഉണരലാണ് എന്തുകൊണ്ട് റജബ് എന്നാൽ റജബ് എന്ന എന്താ മുഹമ്മദ് എന്താ റജബിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന മഹത്വത്തെ ഭൂമിയിലേക്ക് ആദ്യം അയച്ചത് റജബിലാണ് റജബിലെ ബറക്കത്ത് എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന രഹസ്യത്തിലേക്ക് നമ്മുടെ റൂഹ് ഉണരുക യഖ്ലത്തു റൂഹി ഇലാ സിർരി മുഹമ്മദിൻ അതാണ് എന്ത് റജബിലെ ബറക്കത്ത് ശഅബാനിന്റെ പ്രത്യേകത വശഅബാനു ശഹ്രി റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി റജബ് അല്ലാഹുവിന്റെ മാസം ശഅബാൻ എന്ന മാസം എന്താണ് പറഞ്ഞത് എന്താ റജബിലെ ബർക്കത്തിന്റെ പറയുന്നത് ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭപാത്രത്തിൽ റജബ് 1-നല്ലേ മുഹമ്മദിയത്ത് വരുന്നത് അത് ആദരിച്ചിട്ടല്ലേ ആദം മുതൽ ഇത് ആദരിച്ചു വന്നത് അല്ലാതെ എന്താണ് റജബിലുള്ളത് എന്താണ് മുഹമ്മദ് നബി എന്ന ആളുടെ തഅല്ലുഖ് മാത്രമാണ് റജബിന്റെ പ്രത്യേകത അത് ആദരിക്കൽ വാജിബാണ് ആൾക്ക് ആദമിനെ كلها إن الرسل الكرام بها فإنما اتصلت من نوره بهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സുന്നി മൗലവിമാർക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനാണ് ഈ ബൈത്തില്ലത് സുന്നിക്ക് തള്ളാൻ പറ്റൂലല്ലോ എന്താണ് പറഞ്ഞത് വകുല്ലു ആയിന റസൂൽ കിറാം ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിം ഏതൊരു നബിക്കും ഏതൊരു മഹത്വവും ഏതൊരു മുഅ്ജിസത്തും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഫഇന്നമ തസലത് മിൻ നൂരിഹി മുഹമ്മദ് മുസ്തഫയുടെ പ്രകാശത്തിൽ നിന്നാണ് അവർക്ക് ആ മുഅ്ജിസത്ത് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആദമിനെ ഇക്റാം ലഭിച്ചിട്ടുള്ളത് മിൻ നൂരിഹി ആ മുഹമ്മദിയത്ത് ഭൂമിയിൽ ആദ്യം വന്നത് റജബിലെ ആദ്യമാണ് അപ്പോൾ റജബ് ഷഹ്റുല്ലാഹിന്റെ മേനെന്തായി അല്ലാഹു തആല ഏറ്റവും മഹത്തായ ബറക്കത്തും നിഅമത്തും ഈ ഭൂമിക്ക് നൽകിയത് ഏത് മാസമാണ് റജബ് അതേതാ മുഹമ്മദിയത്ത് അൻ-നിഅമത്തുൽ കുബ്ര അതാണ് റജബുൻ ഷഹ്റുല്ലാഹ് നിശാബാനു ശരി എന്നർത്ഥം ഷഹ്റു ഉസ്ലത്തിൻ ബി എന്നോട് ബന്ധപ്പെടേണ്ട മാസം അല്ലാഹു മാനവർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് റജബിലെ നിഅമത്ത് മുഹമ്മദ് മുസ്തഫ
ഇനി ആ മുഹമ്മദ് മുസ്തഫയോട് എനിക്ക് ബന്ധപ്പെടണമെങ്കിൽ ആരാന്റെ മുറ്റത്ത് പെട്രോൾ മാക്സ് കത്തിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ ജനൽ തുറക്കണ്ടേ? എന്റെ ജനൽ തുറക്കാതെ അത് വെളുത്തില്ലല്ലോ. ട്രാൻസ്ഫോമറിൽ കരണ്ട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്റെ അടുത്തേക്ക് വരുന്ന വള്ളി കുത്തണ്ടേ? എന്താ അല്ലാഹു തആല ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് ഏത്? റജബിലെ നിഅമത്ത്, മുഹമ്മദിയത്ത്. ശഅബാൻ എന്താ ശഅബാൻ? ശഅബാൻ എന്നാൽ എന്നോട് ആരെങ്കിലും ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് ബന്ധം തുറന്നു കിട്ടിയ മാസം. അതേതാ ബന്ധം? ഇന്നല്ലാഹ വമലായികതഹു സ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇതാണ് ഈ ആയത്ത് ഇറങ്ങിയത് ശഅബാനില. അതാണ് ശഅബാൻ ശഹരി. എന്നോട് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ബന്ധം തുറന്നു കിട്ടിയ മാസം. എന്നോട് ബന്ധപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ആര്? എന്ത്? എന്റെ മേൽ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന ആയത്തിന് മശായിഖന്മാർ നൽകിയ ഒരു വ്യാഖ്യാനം ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കാം. നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീലത്തിനെ തേടണം. അള്ളാഹിനെ പേടിക്കുകയും അള്ളാഹുവിലേക്ക് ഒരു മധ്യവർത്തിയെ തേടുകയും ചെയ്യണം. ഈ ആയത്തിന് മശായിഖന്മാർ നൽകുന്ന അർത്ഥം ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 12 തഫ്സീറിന്റെ കിതാബെങ്കിൽ ഞാൻ കാണിച്ചു കണ്ടിട്ട് ചോദിച്ചാൽ മതി. എന്താണ് ഈ ആയത്തിന് മശായിഖന്മാർ നൽകുന്ന വ്യാഖ്യാനം? മാ മിൻ വസീലത്തിൻ അഅ്ളമ മിനൻ നബിയിൽ മുസ്തഫ. അല്ലാഹുവിലേക്ക് മാ മിൻ വസീലത്തിൻ ഇലല്ലാഹി അഅ്ളമ മിനൻ നബിയിൽ മുസ്തഫ. മുക്തി നബിയേക്കാൾ അള്ളാഹുവിലേക്ക് വേറൊരു മധ്യവർത്തിയും അതിനേക്കാൾ വലിയൊരു മധ്യവർത്തിയും ഇല്ല. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു മധ്യവർത്തിയെ തേടണം. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ മധ്യവർത്തി ആരാ? മുഹമ്മദ് മുസ്തഫ. ശരി, കഴിഞ്ഞിട്ടില്ല. വമാ മിൻ വസീലത്തിൻ ഇലൻ നബി മുഹമ്മദിൻ അഅ്ളമ മിനസ് സ്വലാത്തി അലൈഹി. അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ നബിയേക്കാൾ വലിയൊരു മാധ്യമം ഇല്ല. നബിയിലേക്ക് ബന്ധപ്പെടാൻ സ്വലാത്തിനേക്കാൾ വലിയൊരു മാധ്യമം ഇല്ല. നിങ്ങൾ അല്ലാഹുവിലേക്ക് മധ്യവർത്തിയെ തേടണം. ഏതായത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി വസീല. ഈ ആയത്തിന് മശായിഖന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം ലോകം അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ പറഞ്ഞ 12 ഒരു ഡസൻ കിതാബെങ്കിലും ഞാൻ ഇന്റെ പൊരേ നിർത്തിത്തരാം. ഞാൻ കാണിച്ചു തരാം ഈ വ്യാഖ്യാനം. മനസ്സിലായോ പറഞ്ഞത്? അല്ലാഹുവിലേക്ക് മധ്യവർത്തിയെ തേടാൻ അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിലേക്ക് മധ്യവർത്തി അഅ്ളമ മാ മിൻ വസീലത്തിൻ അഅ്ളമ മിൻ മുഹമ്മദിൻ. നബിയേക്കാൾ വലിയ മധ്യവർത്തി അള്ളാഹുവിലേക്ക് ഇല്ല. ശരി, അപ്പൊ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ മധ്യവർത്തി നമ്മൾ കണ്ടെത്തി. ഞാൻ മധ്യവർത്തിയിലേക്ക് അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ ഏറ്റവും വലിയ മധ്യവർത്തിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ശരി, നബിയേക്കാൾ വലിയൊരു മധ്യവർത്തി ഇല്ല. ഇനി ആ മധ്യവർത്തിയിലേക്ക് നമുക്ക് ബന്ധപ്പെടാൻ എന്താ വഴി? വമാ മിൻ വസീലത്തിൻ അഅ്ളമ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വലാത്തി അലൈഹി. നബിയോട് ബന്ധപ്പെടാൻ സ്വലാത്തിനേക്കാൾ വലിയ മധ്യവർത്തി ഇല്ല. അപ്പോൾ നീ അർത്ഥം വെക്കി അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ. അത് പറയും. അല്ലാഹു തആല ഏറ്റവും വലിയ മധ്യവർത്തിയെ നൽകി. ഏത് മാസം? റജബിൽ. ആ മധ്യവർത്തിയിലേക്ക് ബന്ധപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി നൽകി. ഏതില്? ശഅബാൻ. ഖലാസ്. അത് ബന്ധപ്പെട്ടാലോ ഇവിടെ വേറെ ആൾക്ക് പിടിക്കാൻ കഴിയില്ല. ഇവിടെ അല്ലാഹുവിന്റെ കയ്യിലിരിക്കും. ഇല്ലെങ്കിലോ ഇസ്തഹവറ അലൈഹിം ശൈത്താൻ. അല്ലാത്തവരുടെ മൂർത്താവിൽ ആര് കയറിയിരിക്കും? ഇബ്ലീസ് ഇരിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യാം? അതാണ് ശഅബാനു ശഹരി. ശഅബാനിലെ പ്രത്യേകത, ശഅബാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇത് തന്നെ ഇനി അത് നമ്മൾ ഏർപ്പെടണ്ടേ? 1000 സ്വലാത്ത്, 1000 സ്വലാത്ത്, 1000 സ്വലാത്ത് രാവിലെയും 1000 സ്വലാത്ത് വൈകുന്നേരം. ചുരുങ്ങിയത് 1000 സ്വലാത്തിന് 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ. എല്ലാം നടക്കും. പക്ഷെ എന്തേ നടക്കുള്ളൂ? ആവശ്യത്തിന് നടക്കുള്ളൂ. കച്ചവടല്ലേ? കച്ചവടമുണ്ട്, പക്ഷെ ആവശ്യത്തിനേ ഉള്ളൂ. കച്ചവടമുണ്ട്, അത് എന്റെ അടുത്ത് കുതിര വിടാൻ വരൂല. നമ്മളോട് ബന്ധമുള്ള ആള് തന്നെ നമ്മളോട് പറഞ്ഞു നമുക്കൊന്ന് മദ്രാസ് വരെ പോയാലോ. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞോ. എന്തുകൊണ്ട്? എന്റെ കൂടെ മദ്രാസ് പോയാൽ നമ്മുടെ ദിനചര്യകൾ മുടങ്ങും. നേരെ മറിച്ച് നമ്മളോട് മദ്രാസ് പോകാൻ ഒരാൾ വിളിച്ചില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറഞ്ഞു ഞാൻ മദ്രാസ് വരെ പോകണമെന്ന് നാളെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മൂപ്പരോട് പറയും നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ട, ഞാനും വരുന്നുണ്ട്, ടിക്കറ്റ് ഞാൻ 2 കൊണ്ട് ഞാൻ നിൽക്കാം. എന്തുകൊണ്ട്? നമുക്ക് എന്താണ് നേട്ടം? അയാളെ കൂടെ പോയാൽ നമ്മുടെ ദിനചര്യ മുടങ്ങൂലെന്ന് മാത്രമല്ല അയാളിൽ ചില ഹൈറിലേക്ക് ഓട്ടാൻ നമുക്ക് കഴിയും ചെയ്യും. എന്താ ബന്ധല്ലേ? ബന്ധുണ്ട്. അയാളെ നമ്മൾ നേരം കളിയില്ല. ചില ആളുകളോ നമ്മൾ നേരം കളി, ചില ആളുകളോ നേരം കളി.
രണ്ടാള് പെരിന്തൽമണ്ണ രണ്ടാളാണ് ഇരിക്കുന്നത്. ഒരു താരം പറയാം, ഇവരല്ലാന്റെ ആളുകളാണെങ്കിൽ പെരിന്തൽമണ്ണ എത്തുമഴത്തിന് അവരെ ആവശ്യങ്ങൾ നടക്കും, അവരെ ദീനം നടക്കും. ഒരാൾ ദുനിയാവിന്റെ ആളും ഒരാൾ ആഖിറത്തിന്റെ ആളും ആണെങ്കിൽ ഒരാൾക്ക് മടുക്കും. വർത്താനം പറയാൻ നോക്കിയിട്ട് വഴിയില്ല. എന്തുകൊണ്ട്? കിട്ടുന്നില്ല. അല്ലെങ്കിലോ കാര്യം മറ്റൊന്ന് കൊടുക്കും. 1000 സ്വലാത്ത് പെരുന്തൽമണ്ണ ചെല്ലണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മറ്റും പെറുപെറുന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ചോറ് കുറഞ്ഞ ചോറിന് രണ്ടാളും കൂടെ ഇരുന്നപ്പോൾ ഒരാളോട് ചോദിച്ചു, വാപ്പ എങ്ങനെ വെച്ച്? അപ്പൊ പറഞ്ഞു, ബാപ്പാക്കരെ ശ്വാസം മുട്ടുണ്ടായിരുന്നു, അങ്ങനെ കൂടി, പിന്നെ അങ്ങനെ ആശുപത്രി കൊണ്ടാക്കി, പിന്നെ വെന്റിലേറ്ററിലിട്ടു, പിന്നെ ഞങ്ങൾ കുറെ കാലം കാത്തുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ബാപ്പാന്റെ കാര്യം അങ്ങനെ ഒതുങ്ങിയതാണ്. അപ്പോഴത്തിന് 90% ചോറ് കഴിഞ്ഞ് ഇയാൾ പാത്രത്തിൽ നോക്കുമ്പോൾ 90% ചോറ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കിയെങ്കിലും തിന്നാലെന്ന് വിചാരിച്ച് ഇയാൾ മറ്റുള്ളവർ നിങ്ങൾ അപ്പം എങ്ങനെ വെച്ച് ചോദിച്ചു. അതൊരു പരിയുമ്പോൾ ഒരു പോക്കും കഴിഞ്ഞു ചെയ്തു പറഞ്ഞു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ ഈ ബാരിക്കലന ധനയുടെ ബർക്കത്ത് അല്ലാതെ പീഡിയുടെ വലിപ്പം നീ തുറന്നു നോക്കാം. വീട് വന്ന് പീഡിയന്റെ വലിപ്പം തുറന്നു നോക്കി, രാവിലെ കച്ചവടം നടത്തില്ല, ഉച്ചക്കില്ല, വൈകുന്നേരമില്ല. അപ്പൊ നമ്മളെ ഇബിലിസ് ഇങ്ങനെ തോന്നിപ്പിക്കും, എന്ത് ഈ മൗലിയന്മാരെ തട്ടിപ്പ്. ബാരിക്കലനാബി ജമാഅത്തുൽ ആഖിറിൽ ഞാൻ വിചാരിച്ച് ഏതായാലും ബർക്കത്തിന്റെ ദ്വാന്റെ മാസം വരുന്നുണ്ടല്ലോ, അന്നെങ്കിലും കച്ചവടം കൂടി ഇരിക്കും. എന്താ ജമാഅത്തുൽ ആഖിറിലെ കച്ചവടം റജബില് ഇല്ല. അപ്പൊ എന്താ ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇതല്ല. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീലത്തിനെ അള്ളാഹു തുറന്നു തന്നത് റജബിൽ. ആ വസീലത്തിലേക്കുള്ള ഏറ്റവും വലിയ വസീലത്തിനെ തുറന്നു തന്നത് ഷഅബാൻ. ഇത് രണ്ടും പൂർത്തിയായാൽ റമളാൻ ഷഹ്റു ഉമ്മത്തി അടിച്ചൊളിക്കും റമളാനിൽ. ഇതില്ലെങ്കിലോ, ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ റമളാന് വിലയില്ല. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് തിരിയണം. ഇത് തിരിയാതെ തിരിയൂല. ഇത് അബ്ദിന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹുവിലേക്കുള്ള ഈ അനാവശ്യമായ സംസാരങ്ങളെ വർജിക്കുക. നമുക്കൊരു നിബന്ധന വേണം. ഞാൻ രാവിലെ 1000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും, ഞാൻ വൈകുന്നേരം 1000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. ഒരു പ്രയാസം ഉണ്ടാവില്ല. നടക്കും. നടക്കും. എന്റെ അതിരാവിലെ ഞാൻ ഒരു തുള്ളി സംസം വെള്ളം നാവിൽ എത്തിച്ചേ എന്റെ ഒരു ദിവസം തുടങ്ങൂ എന്ന് നിങ്ങൾ എത്തിച്ചു നോക്കി. നിങ്ങൾ ലണ്ടൻ പോയാലും നിങ്ങൾ ചെയ്തിരിക്കും. നേരെ മറിച്ച് ഉമ്മക്ക് പോയതൊന്ന കുപ്പിയും അവിടെ ഉണ്ട്, ബാപ്പ പോയപ്പോ കൊണ്ടൊന്നും അവിടെ ഉണ്ട്, ഇക്കാക്കി ട്രാവൽസിലാണ് പണി, ബാക്കി ഒഴിഞ്ഞതെല്ലാം കൊണ്ടൊന്നും അവിടെ ഉണ്ട്. പക്ഷെ എക്കാലം വരെ കുടിച്ചു നോക്കിയിട്ടില്ല. പിന്നെ വല്ല ഗസ്റ്റും വന്നാല് നല്ല ചൊറുക്കുള്ള കൈബന്റെ ഫോട്ടൊക്കെ ഉള്ള നല്ല ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊടുക്കും എല്ലാവർക്കും. ഓലങ്ങനെ സംസം വെള്ളാണ്. അപ്പൊ മനസ്സിലായി മൂപ്പർക്ക് മക്കയോട് വലിയ ബന്ധാ. അപ്പൊ വന്നവർക്കൊക്കെ മനസ്സിലായി തിരക്കടില്ല, മൂപ്പർക്ക് മക്കയോട് വലിയ ബന്ധാ. മൂപ്പർ ഇക്കാലം വരെ കുടിച്ചു നോക്കിയിട്ടില്ല. കൊല്ലി പറ്റിയപ്പോൾ അറമെന്ന് ലേശം കുടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു തുള്ളി മതി. ഒരു തുള്ളി, ഒരു 5 ലിറ്ററിന്റെ ക്യാന് കിട്ടിയാൽ 10 കൊല്ലം കുടിച്ചാലും ബാക്കിയുണ്ടാവും. എന്ത്? സംസം വെള്ളം. നാവില് അതൊരാളാണ് ഉദ്ദേശിക്കുക. എന്റെ നാവിൽ ഞാൻ പരിശുദ്ധ സംസം വെള്ളം മാത്രമേ എന്റെ നാവിൽ ആദ്യമായി ഒറ്റിക്കൂ. എന്ത്? നടക്കുമല്ലേ? നടക്കും. ചെറിയ ബാഗാണെങ്കിലും ഒരു ചെറിയ കുപ്പിയിൽ അതിട്ട് പൂട്ടിയിട്ടുണ്ടാവും. അതില്ലാതെ യാത്രയില്ല. കുടുംബം മുഴുവനും വരുമ്പോൾ ഓരോ കുപ്പിയും ക്യാനും തന്നാലും നമുക്ക് നാവിലൊഴിക്കാൻ കഴിയൂല. കൽബിൽ ആരില്ലെങ്കിൽ, അല്ലാഹു ഇല്ലെങ്കിൽ എനിക്ക് സംസം കൊണ്ടല്ലാതെ എന്റെ ദിവസം ഞാൻ തുറക്കൂല എന്ന് തീരുമാനിച്ചാൽ കിട്ടിയിരിക്കും. ഒരു കുപ്പി അടുത്ത പോകുന്ന ഒരു 100 മില്ലി ലിറ്ററിന്റെ കുപ്പിയാണ് ആരോ ഉംറ കൊണ്ടുവന്നത്. അത് മതി, 4 കൊല്ലത്തിന് മതിയാവും. ഒരു തുള്ളിയിൽ എത്തിക്കൊള്ളൂ. കുടിനീരിന്ന് ഇങ്ങനെ ആദ്യം വായു വൃത്തിയാക്കി ഒന്നുകൊടുത്തു, ഒരു എത്തിച്ചു, എന്നിട്ട് ആ തഹജ്ജുദ് നിസ്കരിച്ച് അവിടെ പിന്നെ ആ നാവിനെ ആര് നിയന്ത്രിക്കും? അല്ലാഹു നിയന്ത്രിക്കും. എന്തായുള്ളത്? അത് നബിയുല്ലാഹി ഇസ്മായിലിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് സയ്യിദുനാ ജിബ്രീൽ പൊട്ടിച്ചതാണ്. അതിൽ മുത്തുനബി തുപ്പിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുണ്ടായില്ലേ? അതിന്റെ മുകളിൽ അവരുടെ മുകളിൽ അള്ളയുണ്ട്. 3 ആളുണ്ട്. സയ്യിദ് മുഹമ്മദ് മുസ്തഫ, പിന്നെ നബിയുല്ലാഹി ഇസ്മായിൽ, പിന്നെ ആരുണ്ട്? സയ്യിദുനാ ജിബ്രീൽ. ഈ 3 ആളും ഒത്തുകൂടിയതാണ് എന്ത്? സംസം. 3 ഉണ്ടായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നടക്കൂലേ? നടക്കാതെന്താ? എങ്ങനെ നന്നാകാനുള്ള വഴി?
വെള്ളം കൊണ്ടാണ് തുടക്കന്നെ എന്നും തുടക്കുക. എന്തിനെ തുടക്കുക? നഫ്സ്, റൂഹ്, സിർറ് ഒക്കെ തുടച്ചാൽ ഒരു ദിവസം അതിന്റെ ഉള്ളിലെ കരട് പോവും. നമുക്കത് കാണും. ഏഴാകാശത്തും മേലെ അപ്പുറത്തേക്കാണ് കാണാൻ കഴിയും. യാഖൂത്തുൽ അർശ് എന്നൊരു മഹാന്റെ പേരുണ്ട്. എന്തുകൊണ്ട്? ഭൂമിയിൽ ഇരുന്നാൽ എന്ത് കാണും? അർശ് കാണും. അബ്ദുള്ള എന്ന പേര്, പക്ഷെ ഔലിയാക്കൾ യാഖൂത്തുൽ അർശ് എന്ന് വിളിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് ആ ഭാഗ്യം തരട്ടെ. തുടച്ചു നോക്കിയാൽ നന്നാവും. പക്ഷെ എന്ത് വേണം? അല്ലാഹുവിലേക്ക് ഓടാൻ തയ്യാറാകണം. ഇല്ലാത്തവരെ മുഴുവൻ പിശാച് ആക്രമിക്കും. ആ ആയത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കും. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ.